Yes, hello everyone. In this class, we will discuss about journal. Journal എന്ന് പറഞ്ഞാൽ it is a book where the business transactions are recorded for the first time. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഇവിടെയാണ്. So it is called the book of book of original entry or book of prime entry. Okay. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ whenever any transaction happens in business, whatever it be, buying goods ആവാം, പേയിങ് സാലറി ആവാം, റിസീവിങ് ക്യാഷ് ആവാം, സെല്ലിംഗ് ഗുഡ്സ് ആവാം, ഇറ്റ് ഈസ് ഫസ്റ്റ് റിട്ടേൺ ഇൻ ദ ജേർണൽ. ഓക്കെ, ജേർണലിലാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. എങ്ങനെ എഴുതുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് വൺ ആഫ്റ്റർ അനദർ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേർണലിൽ എൻട്രി വരുന്നത്. ഡേറ്റ് വൈസ്, അതായത് ഫസ്റ്റ് ജാനുവരിയിലുള്ളത് ആദ്യം വരും, അത് കഴിഞ്ഞിട്ടായിരുന്നു സെക്കൻഡ് ജാനുവരി വരിക. അതാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു ജേർണൽ ഇമ്പോർട്ടന്റ് ആവുന്നത് നോക്കിക്കഴിഞ്ഞാൽ വൈ ഇറ്റ് ഈസ് ബിക്കോസ് ജേർണൽ കീപ്സ് പ്രോപ്പർ റെക്കോർഡ്സ്, അതേപോലെ കൺഫ്യൂഷൻ ഒഴിവാക്കും, റിമെമ്പർ ഓൾ ട്രാൻസാക്ഷൻ, പിന്നെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഡ്ജർ ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജേർണൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഫോർമാറ്റ് ഓഫ് ജേർണൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആദ്യം ഡേറ്റ്, പിന്നെ പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, പിന്നെ ക്രെഡിറ്റ് ഇവിടെ പുറത്ത്. ഓക്കെ, ഓരോ നമുക്ക് എന്താ നോക്കാം. ഡേറ്റ് ഓഫ് കോളം എന്ന് പറഞ്ഞാൽ ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നെയിംസ് ഉണ്ടാവും, അക്കൗണ്ട് നെയിം ഉണ്ടാവും, പിന്നെ ചെറിയൊരു നറേഷൻ ഉണ്ടാവും. ഇപ്പൊ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ബീങ് ഫർണിച്ചർ പർച്ചേസ്ഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നറേഷൻ ഉണ്ടാവും. അക്കൗണ്ട് നെയിമും ഇതിൽ ഉണ്ടാവും. ക്യാഷ് അക്കൗണ്ട് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ, അങ്ങനത്തെ അതും ഇതിലുണ്ടാവും. ഓക്കെ, LF ലെഡ്ജർ ഫോളോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ലേറ്റർ വൈൽ പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ. അപ്പൊ ആദ്യം അത് ഇനി ബ്ലാങ്ക് ആയിട്ടാണ് ഇനീഷ്യലി ഉണ്ടാവുക, ലേറ്റർ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. ഡെബിറ്റ് കോളം എമൗണ്ട് ടു ബി ഡെബിറ്റഡ്, ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഇതാണ് ഒരു ജേർണലിന്റെ ഒരു എന്താ പറയുക, ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്സ് ടു റൈറ്റ് എ ജേർണൽ എൻട്രി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ്. ജേർണൽ എൻട്രി ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ്. ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് അഫക്റ്റഡ് ആയിരിക്കുന്ന ആ ട്രാൻസാക്ഷനിൽ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. അപ്പൊ എന്തൊക്കെ അക്കൗണ്ട്സ് അഫക്റ്റഡ് ആവുന്ന അവിടെ ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ആ രീതിയിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തേതില് ക്ലാസിഫൈ ദ അക്കൗണ്ട്സ്. ഏതൊക്കെയാണ് നമ്മൾ അക്കൗണ്ട്സിന് ക്ലാസിഫിക്കേഷൻ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ദാറ്റ് ഈസ് റിയൽ, പേഴ്സണൽ, നോമിനൽ. ഓക്കെ, ഇപ്പൊ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ റിയൽ ആണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ രണ്ടും റിയൽ ആണ്. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പില് അപ്ലൈ ദ റൂൾസ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് വരാനുള്ള റൂൾസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് പ്രകാരം എവിടെയാണ് ഡെബിറ്റ്, ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് റൈറ്റ് ജേർണൽ എൻട്രി. റൈറ്റ് ജേർണൽ എൻട്രി. സ്റ്റെപ്പ് 5 ഇസ് ആഡ് നറേഷൻ. അതായത് ഇപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ ബീങ് ഫർണിച്ചർ വാങ്ങിയതാണെങ്കിൽ നറേഷൻ ആയിട്ട് ബീങ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അങ്ങനെ ആ രീതിയിലൊക്കെ നറേഷൻ എഴുതും. ആഡ് നറേഷൻ. ഇതാണ് അതിന്റെ സ്റ്റെപ്സ്. ക്ലിയർ? ഉദാഹരണം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബോട്ട് ഗുഡ്സ് ഫോർ 20,000 ബൈ ക്യാഷ് എന്ന് വയ്ക്കാം. ബോട്ട് ഗുഡ്സ് 20,000, purchased goods for 20,000 by cash. അപ്പൊ ഇവിടെ ഏതൊക്കെ അക്കൗണ്ട്സാ വരുന്നത്? ഒന്ന് പർച്ചേസ് അക്കൗണ്ട് വന്നു, പിന്നെ
ക്യാഷ് അക്കൗണ്ട് വന്നു അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് നോക്കി. പിന്നെ അത് ക്ലാസിഫൈ ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദിസ് കംസ് അണ്ടർ നോമിനൽ. ക്യാഷ് അക്കൗണ്ട് കംസ് അണ്ടർ റിയൽ. ഓക്കെ, സോ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യണം? നോമിനൽ അക്കൗണ്ടിലെ എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ പർച്ചേസ് എന്താ വരിക? പർച്ചേസ് ആണ് ഡെബിറ്റ് വരിക നമ്മൾ മനസ്സിലാക്കി. പർച്ചേസ് ആണ് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് റിയൽ ആണ്. എന്താണ്? ക്യാഷ് ഇവിടുന്ന് പോവുകയാണ് ചെയ്യുക. ക്യാഷ് ഇസ് ഗോയിങ് ഔട്ട്. സോ ക്യാഷ് ഗോയിങ് ഔട്ട് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാന്ന് വെച്ചാല് പർച്ചേസ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെബിറ്റ് ചെയ്യുമ്പോൾ 20,000 ഇതിൽ നമ്മൾ എഴുതുന്നത് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, അതേപോലെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഏതാണ്? ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 20,000. അവിടെ നമ്മൾ എഴുതുന്നത് ബൈ പർച്ചേസ് അക്കൗണ്ട് എഴുതും. ക്ലിയർ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് what we do, നറേഷൻ പറഞ്ഞ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് എന്താണ് ട്രാൻസാക്ഷൻ ഉള്ളതിന്റെ. സി ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസാക്ഷൻ ലേറ്റർ. അത് ഉദ്ദേശിക്കുള്ളൂ കേട്ടോ. നമുക്ക് ലെഡ്ജർ എന്താ നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ CSCT പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ജേണലിനെ കുറിച്ചൊക്കെ എത്രയാണ് നിങ്ങൾ നോക്കിയാൽ മതി. Now we'll see ledger. ലെഡ്ജർ എന്ന് പറയുന്നത് ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ദ ട്രാൻസ്ഫർ ടു സെപ്പറേറ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ജേണലിൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ജേണൽ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ജേണൽ റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഡേറ്റ് വൈസ് അല്ലെ. പക്ഷെ ലെഡ്ജറിൽ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അക്കൗണ്ട് വൈസ് ആണ് ട്രാൻസാക്ഷൻ എടുക്കുന്നത്. ഓരോ അക്കൗണ്ട് ഈസി അണ്ടർസ്റ്റാൻഡ് 100 ട്രാൻസാക്ഷൻസ് ഉണ്ട് നിൽക്കുക. ജേണൽ എന്ത് ചെയ്യും? ആ ട്രാൻസാക്ഷൻ എല്ലാം ഡേറ്റ് വൈസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേകം ഒരു ടോട്ടൽ ക്യാഷ് മാത്രം അറിയണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അല്ലെ. അപ്പൊ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ നോക്കിയാൽ ടോട്ടൽ ക്യാഷ് എത്രയെന്ന് അറിയാം. ഇനി സാലറി അക്കൗണ്ടിൽ നോക്കിയാൽ ടോട്ടൽ സാലറി ഇപ്പോൾ എത്രയെന്ന് അറിയാം. അങ്ങനെ ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ വേണ്ടി വരുന്നത്. ദി ലെഡ്ജർ ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് അതിന് ബാലൻസിങ് ഓഫ് ഈച്ച് അക്കൗണ്ട് അറിയാൻ പറ്റും, ടോട്ടൽ ക്യാഷ് അറിയാൻ പറ്റും, നമ്മുടെ എക്സ്പെൻസസ് എത്രയാണെന്ന് പ്രത്യേകം അറിയാൻ പറ്റും, ടോട്ടൽ ഇൻകം എത്രയാണെന്ന് അറിയാൻ പറ്റും. അതെല്ലാം അറിയണമെങ്കിൽ ലെഡ്ജർ തന്നെ വേണം. ലെഡ്ജർ ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. Ledger is called the principal book of accounts because all accounts are collected there. അല്ലെ, അതുകൊണ്ടാണ് ഇതിന് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പറയുന്നത്. ലെഡ്ജർ ഫോർമാറ്റ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോ ഡെബിറ്റ് സൈഡിൽ എന്താ പറയുക വെച്ചാൽ ഇപ്പോ എവിടേക്കാണോ ക്രെഡിറ്റ് പോകുന്നത് അവിടേക്ക് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ എവിടുന്നാണോ ഏത് അക്കൗണ്ടിൽ നിന്നാണോ വരുന്നത് വെച്ചാൽ ബൈ ആ അക്കൗണ്ട് ബൈ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ 2 ഉണ്ടാവും ഡെബിറ്റിന്റെ കൂടെ, ക്രെഡിറ്റിനാണെങ്കിൽ ബൈന് ഉണ്ടാവും. ബൈ എന്ന വാക്കാണ് ഉപയോഗിക്കുക, ഇവിടെ 2 എന്ന വാക്കാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് നോക്കാം ഒരു ലെഡ്ജർ പോസ്റ്റിംഗിൽ. ആദ്യം എന്താ ചെയ്യുക? സ്റ്റെപ്സ് ഇൻ പോസ്റ്റിംഗ് ലെഡ്ജറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഡെബിറ്റ് അക്കൗണ്ട്. അപ്പൊ അതില് ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയ എമൗണ്ട് എഴുതിയിട്ട് താഴെ നരേഷൻ കൊടുക്കും. ക്യാപിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇത് ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യുക. ആ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ എഴുതും, ക്യാപിറ്റലിലേക്കാണ് പൈസ പോകുന്നതെങ്കിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ക്രെഡിറ്റ് അക്കൗണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ട് ആദ്യം രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം ഡെബിറ്റ് അക്കൗണ്ട് കണ്ടുപിടിച്ചു, പിന്നെ ഫൈൻഡ് ദ
ക്രെഡിറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ചെയ്യുക. അവിടെ എഴുതുമ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ടിന് താഴെ നരേഷൻ എഴുതണം. സോ ടു ആൻഡ് ബൈ. ഡെബിറ്റ് സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് ഏത് അക്കൗണ്ട് ആണ് എഴുതിക്കുന്നതിന് താഴെ ടു ഉപയോഗിക്കും. ക്രെഡിറ്റ് ആണെങ്കിൽ ബൈ ഉപയോഗിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ് റുപ്പീസ് 20,000. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി വരുമ്പോ നമുക്കറിയാം ഫർണിച്ചർ അക്കൗണ്ട് ആണ് ഡെബിറ്റ് വരുന്നത് അല്ലെ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 20,000. ഇതാണ് ജേണൽ എൻട്രി വരിക ആദ്യം. ക്യാഷ് അക്കൗണ്ട് 20,000. ഓക്കെ, ഇതെങ്ങനെ വന്ന് നിങ്ങൾക്ക് പറയാലോ അല്ലെ. നമ്മൾ അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്തിട്ട് എങ്ങനെ വരുന്നത് കണ്ടുപിടിക്കും. ഇനി ഇതിന് ഡെബിറ്റ് സൈഡിൽ വരുമ്പോ ഫർണിച്ചർ അക്കൗണ്ടിലാണ് ഡെബിറ്റ് സൈഡ് വരുന്നത് അല്ലെ. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ടിൽ എന്താ നരേഷൻ വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് അല്ലെ. ഡെബിറ്റ് സൈഡില് എമൗണ്ട് നരേഷൻ വരുന്നത് ടു ക്യാഷ് അക്കൗണ്ട് 20,000. ഇനി ഇതിന്റെ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കും. ക്രെഡിറ്റ് അക്കൗണ്ട് നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ദ ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് കഴിഞ്ഞു, അടുത്ത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് എഴുതും. അതില് ക്രെഡിറ്റ് സൈഡ് ആണ് അല്ലെ. ക്രെഡിറ്റ് സൈഡ് അവിടെ നരേഷൻ കൊടുക്കും ബൈ ഫർണിച്ചർ അക്കൗണ്ട് 20,000. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി വേണം നോക്കിയാൽ കുറച്ച് ക്ലിയർ ആവും. സിമ്പിൾ അല്ലേ, ഇത്ര ടഫ് ഒന്നല്ല, വളരെ ഈസിയാണ്. പെയ്ഡ് സാലറി ₹5,000. തനിയെ ചെയ്യാൻ നോക്കൂ, ഞാൻ എഴുതിക്കാം. ജേണൽ എൻട്രി വരുന്നത് നിങ്ങൾക്കറിയാം, ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് ജേണൽ എൻട്രി വരുമ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് 5,000, കാരണം എക്സ്പെൻസ് ആണ് അല്ലെ. പിന്നെ ടു ക്യാഷ് അക്കൗണ്ട് 5,000. ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി നമുക്ക് ലെഡ്ജർ പോസ്റ്റിംഗ് ആകുമ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഡെബിറ്റ് അക്കൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ഡെബിറ്റ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് അല്ലെ. ഡെബിറ്റ് അക്കൗണ്ട് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ആണ് ഡെബിറ്റ് അക്കൗണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഡെബിറ്റ് സൈഡ് ആണ് ഡെബിറ്റ് സൈഡ് എമൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്താണ് നരേഷൻ വരിക? ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ. ടു ക്യാഷ് അക്കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് 5,000. ഇനി അടുത്തത് നമ്മൾ എന്താ ക്രെഡിറ്റ് ഏതാന്ന് നോക്കും. ക്രെഡിറ്റ് ആയത് ക്യാഷ് അക്കൗണ്ട് അല്ലെ. ക്യാഷ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നരേഷൻ എന്താ വരിക? ക്രെഡിറ്റ് സൈഡ് എമൗണ്ട്. നരേഷൻ വരിക ബൈ സാലറി അക്കൗണ്ട്. ബൈ ടു. ഇത്ര നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ക്രെഡിറ്റ് സൈഡിലാവുമ്പോൾ ബൈ വരും, ഡെബിറ്റ് സൈഡിലാവുമ്പോൾ 2 വരും. 2 വന്നിട്ട് എവിടേക്കാണോ പോകുന്നത് അത് നരേഷൻ കൊടുക്കാത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. 5,000. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. വളരെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു ജേണൽ ലെഡ്ജർ എന്താണെന്ന് നോക്കിയാൽ മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ ജേണൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡേറ്റ് വൈസ് ആണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് വൈസ് ആണ്. ജേണൽ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലെഡ്ജർ ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ജേണലിനെ നമ്മൾ പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ്. ലെഡ്ജറിനെ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ജേണൽ ഹെൽപ്സ് റെക്കോർഡ് ട്രാൻസാക്ഷൻ, ലെഡ്ജർ ഹെൽപ്സ് us know the balances. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ, വളരെ ബേസിക് ആയിട്ടാണ്. ഓക്കെ, താങ്ക് യു.